ഇത്തിരിയുള്ള പ്രശ്നം ഇത്രയാക്കാൻ നാട്ടിലെ മാധ്യമങ്ങൾ വിചാരിച്ചാൽ പറ്റും. അതിന് ചെറിയൊരു ഉദാഹരണം ഇത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഏതെങ്കിലും ഒരു നയം അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ ഉപരി കേരളത്തെ പോലും സംസ്ഥാനത്ത് വളരെ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണിത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് അറിയണം. അതിന്റെ ആ പോളിസി കൊണ്ടുവരാൻ അപ്പോൾ നമുക്കറിയാം RSSനെയും BJP യെയും സംബന്ധിച്ച് അവർ കാതലായ മാറ്റം രാജ്യത്ത് വരുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഒരുപാട് മേഖലകളിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഫെഡറൽ തത്വങ്ങൾ. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആദ്യം കണക്കാക്കി വയ്ക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കാണ്. രണ്ടാമത്തെ കാര്യം ഇതിന്റെ വിദ്യാഭ്യാസത്തിന്റെ കച്ചവടവൽക്കരണമാണ്. അത് ഒന്ന് ഇതിനൊരു സെൻട്രലൈസ് ചെയ്യുന്നു, വിദ്യാഭ്യാസം എന്ന ഒരു ഡിനോമിനേഷനെ സെൻട്രലൈസ് ചെയ്യുന്ന പ്രശ്നം, അതായത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ അത് സെൻട്രലൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം ഇതിന്റെ കച്ചവടവൽക്കരണമാണ്. ഈ കച്ചവടവൽക്കരണത്തെ ഇടതുപാട്ടിൽ എല്ലാവരും എതിർത്തുകൊണ്ടിരിക്കുന്നു. CPM എതിർത്തുകൊണ്ടിരിക്കുന്ന CPM രേഖകളുണ്ട്. മൂന്നാമത്തെ കാര്യമാണ്, അതാണ് ഏറ്റവും ഇപ്പോൾ ഇഷ്യൂ. മൂന്നാമത്തെ കാര്യം ഇതിന്റെ കമ്മ്യൂണലൈസേഷൻ, വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുക. അതിന്റെ എക്സാമ്പിൾ നമ്മൾ ഗുജറാത്തിൽ കണ്ടതാണ്, ഗുജറാത്തിൽ രണ്ടായി മാറി നമുക്ക് കണ്ടതാണ്. അപ്പോൾ ഇത് കേരളത്തിലേക്ക് വന്ന് ഞങ്ങൾ ചെറുത്ത് നിൽക്കും. ഞങ്ങളുടെ അക്കാദമിക് സ്വാതന്ത്ര്യം ഇല്ല. അവിടെ എന്താണ് അടിച്ചു അവരെന്ത് ഫ്രെയിംവർക്കിലാണ് പാഠപുസ്തകം തയ്യാറാക്കുന്ന ഫ്രെയിംവർക്കിലൂടെ പുസ്തകം അച്ചടിക്കാനുള്ള പണി മാത്രം സ്റ്റേറ്റ് എടുത്താൽ മതി എന്നാണ് പച്ചക്ക് വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാ ഫ്രെയിംവർക്ക് അവർ തരുന്ന ഫ്രെയിംവർക്ക് അനുസരിച്ചുള്ള കണ്ടന്റ് ഉണ്ടാകണം. ആ കണ്ടന്റ് പഠിക്കുന്ന ഒരു തലമുറ അധിക സമയമൊന്നും വേണം. ഗുജറാത്തിൽ BJP അധികാരത്തിൽ 95 കലാപം നടന്നു. ഇന്ന് ഗുജറാത്തിന്റെ അവസ്ഥ എന്താണ്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി സാമൂഹിക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്ന അവരുടെ പാഠപുസ്തകങ്ങളിൽ വന്ന മാറ്റമാണ്. ആ പാഠപുസ്തകങ്ങളിൽ അതിന് മാറ്റം കേരളം പോലും സംസ്ഥാനത്ത് ഉണ്ടാകുന്ന പ്രത്യേകത ഉണ്ടായിരിക്കുമെന്ന് അറിയാത്തവരല്ല CPM നേതാക്കൾ, CPM ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർ. പക്ഷേ എന്നിട്ട് ഇത്രയും ഗൗരവമുള്ള വിഷയത്തിൽ അവർ ഒളിച്ചുപോയി ഒപ്പിട്ടു. ആരെയും അറിയിക്കാതെ, സ്വന്തം മുന്നണിയിലുള്ള ആളുകളെ പോലും അറിയിക്കാതെ, അവരുടെ പാർട്ടി ജനറൽ സെക്രട്ടറി അറിയാതെ പോയി ഒപ്പിട്ടെങ്കിൽ അതിന് പിന്നിൽ ഈ ഫണ്ടാണ് പ്രശ്നം. ഫണ്ട് റിലീസ് ചെയ്യാത്താണ് പ്രശ്നം. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കില്ല. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. കേരളത്തിലും സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ അവകാശമുള്ള ഒരു വകുപ്പാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്ന ഒരു ലീഗലി നിയമപരമായി അത് പാലിക്കാൻ ബാധ്യസ്ഥമായ ഒരു കരാറയല്ലത്. നമ്മൾ ചില സ്കൂളുകൾ PM ശ്രീ പദ്ധതി പ്രകാരം നവീകരിക്കും. ഇത് പാഠ്യപദ്ധതി മറ്റുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല. നമ്മളിവിടെ കിഫ്ബിയുടെ ഫണ്ട് സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് മുകളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. അതുപോലെ പ്രധാനമന്ത്രി കേന്ദ്രത്തിൽ 60%, സംസ്ഥാനങ്ങൾ 40% എടുത്ത് നമ്മുടെ സ്കൂൾ നവീകരിക്കുന്നു. അതായത് നമ്മുടെ സ്കൂളുകൾ പണിയാനുള്ള കുറച്ച് പൈസ അവർ തരും. അതിന് പകരമായി പോയി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പാഠ്യപദ്ധതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് അനുകൂലമായി മാറ്റിയെടുക്കണമെന്നതാണ്. അതിൽ ഒരു കാര്യം ഞങ്ങൾ മാറ്റണമെന്ന് പോലും പറ്റില്ല. നമ്മളിപ്പോൾ ആ പൈസ വാങ്ങിയിട്ട് നമ്മൾ ഒപ്പിട്ടു തരിക. ഈശോ പറയുന്ന പോലെ നമ്മൾ ഒപ്പിട്ടു, ആ പൈസ കിട്ടുന്നത് ഒപ്പിട്ടു. അതിനകത്ത് നാളെ പാഠ്യപദ്ധതി മാറ്റുന്നതിന് ബന്ധമില്ല. അതായത് അത് ഒപ്പിടുമ്പോൾ നമ്മൾ അവർ കൂടുന്ന വാക്കാണ്. നമ്മളങ്ങനെ മാറ്റും എന്ന് ഒരു വാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ധാരണയിലെത്തുക. മോദിയുടെ പടം വെച്ച് നാം ചർച്ച പ്രശ്നമില്ലാതെ മോദിയുടെ 10 പടം വെച്ചോട്ടെ പാഠ്യപദ്ധതി പഠിപ്പിക്കാനുള്ള പ്രധാനം. അതായത് ഒരു പ്രശ്നത്തിനെ രണ്ട് രീതിയിൽ അവതരിപ്പിക്കാം. അത് പോളിഷ്ഡ് ആക്കിയിട്ട് അവതരിപ്പിക്കാം, പോളിഷ്ഡ് അല്ലാതെ എക്സ്ട്രീം ലെവലിലോട്ട് മാറ്റിയിട്ട് ചിത്രീകരിച്ചിട്ട് അവതരിപ്പിക്കാം. അതിനുള്ള തെളിവാണിത്.